നെയ്യാറ്റിൻകരയുടെ ഓരോ വേദികളും എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ബോണസാണ്. കാരണം ഞാൻ ഈ ലോകത്ത് പിറന്നു വീണത് രണ്ട് കണ്ണിന് കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ലോകത്ത് ഞാൻ പിറവിയെടുത്തത്. എത്ര നല്ല ലോകമാണ്, നല്ല സുന്ദരമായ ലോകം. നമ്മുടെ മുഖം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ അപ്പൻ അമ്മ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, ഈ സുന്ദരമായ ലോകത്തെ കാണാൻ ഒരു ഭാഗ്യം, അതൊരു ഭാഗ്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. എന്നാൽ അത് എനിക്ക് 8 വയസ്സ് വരെ മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. 8 വയസ്സ് വരെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്, കാഴ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു, ഈ ലോകത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. 3ാം ക്ലാസ്സിൽ പഠിച്ച് സമ്മർ വെക്കേഷൻ സമയത്ത്, ആ ചൂട് സമയത്ത് എൻ്റെ കണ്ണിൽ ചുവപ്പ് വരികയും, അങ്ങനെ ചുവപ്പ് വരുമ്പോൾ മുതിർന്നവർ പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1-2 ദിവസം കഴിഞ്ഞ് സ്ഥിതി വല്ലാതെ വഷളാകുന്നു, സ്ഥിതി വല്ലാതെ മോശപ്പെടുന്നു. കാരണം കണ്ണിൽ നിന്ന് കണ്ടിന്യൂസ് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. തല പൊക്കാൻ കഴിയുന്നില്ല, വോമിറ്റിങ്, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, തല ഒന്ന് ചരിക്കാൻ പോലും കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ എന്തോ പന്തിയേട് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോകുമ്പോഴാണ് എന്താണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിവിൻ മരിച്ചു പോകും, നിവിൻ്റെ 2 കണ്ണിലും ക്യാൻസർ രോഗമാണ്, വെറും 39 ദിവസം മാത്രമേ ഇനി ജീവിക്കത്തുള്ളെന്ന് പറഞ്ഞ് ഇവൻ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക, രക്ഷപ്പെടത്തില്ല. 5 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന രോഗം ഇവന് വന്നിട്ടുണ്ട്, കൂടെ ഉള്ളവരെല്ലാവരും പോയി, ഇവനും പോകുമെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം ഐ ഹോസ്പിറ്റൽ എൻ്റെ ഫയല് ക്ലോസ് ചെയ്യുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന പിതാവിൻ്റെ മുഖം വർഷം 23 കഴിഞ്ഞിട്ടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ചിത്രം വാങ്ങിയിട്ടില്ല. നിറകണ്ണുകളോടെ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം, എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാം. എൻ്റെ ഡോക്ടർ പറഞ്ഞത് വേണമെങ്കിൽ കണ്ണ് റിമൂവ് ചെയ്യാന്നല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, രക്ഷപ്പെടത്തില്ല, ഒരു സ്കോപ്പുമില്ല, ഇവൻ്റെ ഒരു ഹോപ്പും വെക്കണ്ട, വിട്ടേക്ക് എന്നെ ഡോക്ടർ പറഞ്ഞ് വിടുമ്പോൾ ഞങ്ങൾ നിറകണ്ണുകളോടെ ഞങ്ങളുടെ പാസ്റ്ററിനോട് പറയാൻ തുടങ്ങി. പാസ്റ്റർ ഇന്നതാണ് ഡോക്ടർ പറയും, ഇത്രയും സീരിയസ്നെസ് ആണ് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഇത്രയും സമയം നമ്മൾ ആശ്രയിച്ചത് ലോകത്തിന്റെ വൈദ്യനെയാണ്, ഇനി നമുക്ക് പരമവൈദ്യനായ യേശുവിനെ നമുക്ക് ആശ്രയിക്കാമെന്ന് പറഞ്ഞു. സത്യത്തിൽ അന്ന് ആ വാക്കുകൾ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഡോക്ടർ പറഞ്ഞു 39 ദിവസം, ഡോക്ടർ പറഞ്ഞു ഇത് മാരകമായ അസുഖമാണ്, ഡോക്ടർ പറഞ്ഞു ഇവൻ മരിച്ചു പോകുമെന്ന്, പാസ്റ്റർ പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. എന്നാൽ ഇന്ന് രാവിലെ ഈ ചർച്ചിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയാ, റിപ്പോർട്ട് പറയുന്നതല്ല നടക്കുന്നത്, വാഗ്ദത്തം പറയുന്നതാണ് നടക്കുന്നത്. റിപ്പോർട്ടിനെ വിശ്വസിക്കരുത്, വാഗ്ദത്തം എന്താണോ പറയുന്നത് അതേ നടക്കത്തുള്ളൂ. റിപ്പോർട്ട് പറഞ്ഞു നിവിൻ മരിക്കും, വാഗ്ദത്തം പറഞ്ഞു നിവിൻ ജീവിക്കും. Come on church, come on church. ലൈവിൽ കണ്ടോണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിന്റെ നേരെയുള്ള റിപ്പോർട്ടിനെ വിശ്വസിക്കല്ലേ. അപ്പ എന്ന് പറഞ്ഞു അത് റിപ്പോർട്ട് പറഞ്ഞു ഇവന് ഓർമ്മശക്തി ഉണ്ടാകത്തില്ല. യേശു പറഞ്ഞു ഇവൻ രാജ്യങ്ങളിൽ പ്രസംഗിക്കും. ഈ ചർച്ചിന്റെ അന്തരീക്ഷം മാറുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബമേ, ഓൺലൈനിൽ ഞങ്ങൾ കാണുന്ന കുടുംബങ്ങളെ, ഒത്തിരി ചോദ്യചിഹ്നങ്ങളുമായി ഇരിക്കുന്ന കുടുംബമേ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു റിപ്പോർട്ട് അല്ല സത്യം, യേശു പറഞ്ഞതാണ് സത്യം. റിപ്പോർട്ട് അല്ല സത്യം, നിന്റെ മേൽ പറഞ്ഞ പ്രവചനമാണ് സത്യം. ചില രോഗങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ്. ചില എഴുതി തള്ളിയ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ തൊടുകയാണ്. എല്ലാം പോയി പാസ്റ്ററേ, ഇല്ല, ആര് പറഞ്ഞു പോയെന്ന്? ഇന്ന് രാവിലെ നമ്മൾ അതിനെ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ഒരൈമ പോലും അടയാതെ
എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. പാടിയാട്ടെ. ഒരു ഈമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇവന് പഠിക്കാൻ കഴിയത്തില്ല. 3-ാം ക്ലാസ്സിൽ എൻ്റെ പഠിത്തം നഷ്ടപ്പെട്ടു പോയി. 2 വർഷം പഠിക്കാൻ കഴിയാതെ വീട്ടിനകത്ത് ആകെ ഭാരത്തോടെ കിടക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഇവന് ഓർമ്മശക്തി കാണത്തില്ല. അഥവാ ഇവനെ ഈ അസുഖത്തെ തരണം ചെയ്താൽ വീട്ടിനകത്തൊരു ജീവശവം പോലെ കിടക്കും. നോ യൂസ് എന്ന് പറഞ്ഞ് എന്നെ തള്ളിയപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞോട്ടെ, ഇന്ന് ഒത്തിരി ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും എനിക്കിത് വലുതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഡോക്ടർ പറഞ്ഞ് പഠിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് കൃപയാൽ ബൈബിൾ കോളേജിൽ MD പാസ്സാവാൻ ദൈവം എനിക്ക് അവസരം തന്നു. സെക്കുലർ PG കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ വീണ്ടും പറയുന്നു, ലോകം പറയുന്നതല്ല സത്യം. അച്ഛാ, യേശു എന്താണ് പറയുന്നത്, അപ്പൻ എന്താണ് പറയുന്നത്, അതാണ് സത്യം. അതേ നടക്കത്തുള്ളൂ.